രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, കൂടുതൽ വിവരങ്ങൾ. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ, അതും രാഹുലിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ എടുത്തത് ക്രിസ്മസ് അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവധിക്ക് ശേഷം ഇന്നിപ്പോൾ കോടതി ആരംഭിച്ച സമയത്ത് ആ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരികയും അത് പിന്നീട് വിധി പറയാനായി മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് മറ്റന്നാളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഇതിൽ ജോബി ജോസഫിന്റെ വാദം എന്ന് പറയുന്നത് ഈ ഗർഭചിത്രത്തിനുള്ള ഗുളിക അത് താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം യുവതിക്ക് നൽകുകയായിരുന്നില്ല, മറിച്ച് യുവതിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നു. അങ്ങനെ യുവതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്, അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ അത് കൈമാറുന്ന സമയത്ത് തനിക്ക് അറിയില്ലായിരുന്നു അത് ഗർഭചിത്രത്തിനുള്ള ഗുളികയാണ് എന്നുള്ളത്. അങ്ങനെ തന്നോടൊരു ആവശ്യം പറഞ്ഞപ്പോൾ താനൊരു മെഡിക്കൽ റെപ്പിന്റെ അടുത്ത് നിന്നാണ് ഈ പറയുന്ന ഗുളിക വാങ്ങിയതും അത് കൈമാറുകയും ചെയ്തത്. ഇത് കഴിച്ചാൽ ഗർഭചിത്രം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാൻ കഴിയുന്ന മരുന്നാണോ ഇതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ഗുളികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിൽ സംസാരിക്കുന്നതിന്റെ വാട്സപ്പ് ചാറ്റിന്റെ വിവരങ്ങളടക്കം അതായത് പൂർണ്ണ രൂപമടക്കം കഴിഞ്ഞ ദിവസം ഹാജരാക്കിയിരുന്നു. അതായത് ഈ മരുന്ന് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുകയാണ്, അത് പിന്നീട് ജോബിയെ ഏൽപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അതാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ ഉന്നയിച്ചതും. ഇന്ന് കൂടുതൽ വാദം കേട്ടില്ല, മറിച്ച് ഇന്നത് പരിഗണനയ്ക്ക് എടുക്കുകയും തൊട്ടു പിന്നാലെ അത് 3-ാം തീയതിയിലേക്ക്, അതായത് മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു. ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരികയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ജോബി ജോസഫിന്റെ കാര്യത്തിൽ ഇത്രയും ദിവസമായി തീരുമാനം ഉണ്ടായിട്ടുമില്ല. ജോബി ആകട്ടെ ഒളിവിലുമാണ്. പോലീസ് ഇതിൽ പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരുന്നതുവരെ ജോബി ഒളിവിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ തീരുമാനം വന്ന ശേഷം രാഹുലിനെയും ജോബിയെയും കൂടി ഒരുമിച്ച് വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ലഭ്യമാകുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളത് കൂടിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്, അത് കോടതിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷമായിരിക്കും പോലീസിന്റെ കൂടുതൽ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഓക്കെ, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.